കണ്ടിരിക്കേണ്ട ഒരു 4 ആനിമെ സീരീസുകൾ. അതായത് ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് ആനിമെ റെക്കമെൻഡേഷൻസ് ആണ് നമ്മൾ ചെയ്യാനായി പോകുന്നത്. കൂടുതലൊന്നും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ആനിമയാണ് ക്ലാസ് റൂം ഓഫ് ദ എലൈറ്റ്. വളരെ ജീനിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കൂൾ. അവിടെ എ ഡിവിഷൻ എന്നുള്ള ആ ഒരു ടോപ്പ് പൊസിഷനിൽ എത്താൻ ശ്രമിക്കുന്ന മറ്റ് ഡിവിഷനുകൾ. അങ്ങനെ അവിടെയുള്ള ഡി ഡിവിഷൻ, അതായത് ഏറ്റവും താഴ്ന്ന ഡിവിഷൻ, എ ഡിവിഷനിലേക്ക് എത്താൻ ശ്രമിക്കുന്നതാണ് പ്രധാന കഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഡി ഡിവിഷനിലാണ് നമ്മുടെ മെയിൻ ക്യാരക്ടറും ജീനിയസുമായിട്ടുള്ള അയാനക്കോജി കിയോത്തക്കി ഉള്ളത്. ഇതിനെ ഒരു സാധാരണ ഹൈസ്കൂൾ ആനിമയായിട്ട് നിങ്ങൾ കാണരുത്. കാരണം ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരു അഡ്വാൻസ്ഡ് സ്കൂളാണ്. അതുകൊണ്ട് തന്നെ പലതും ഇവിടെ നടക്കാം. ചില സമയത്ത് ഇവർക്കൊരു ഐലൻഡിൽ പോയി സർവൈവ് ചെയ്യേണ്ടി വരും. ചില സമയത്ത് മറ്റ് ക്ലാസ്സുകൾ ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്കൂളാണിത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആനിമേ സീരീസ് ആണ്. ട്രൈ ചെയ്ത് നോക്കുക. ഒരു ആവറേജ് 12-13 എപ്പിസോഡ് വരുന്ന 3ഓളം സീസണുകളാണ് ഈ ഒരു സീരീസിലുള്ളത്. ലിസ്റ്റിലെ രണ്ടാമത്തെ സീരീസാണ് എറേസ്ഡ്. 12 എപ്പിസോഡ് മാത്രമുള്ള ഇത്രയും മികച്ച ഒരു ആനിമെ ഞാൻ കണ്ടിട്ടില്ല. കാരണം 12 എപ്പിസോഡിൽ തന്നെ ഇവർ വലിയൊരു സ്റ്റോറിയാണ് ഇതിൽ കൺവേ ചെയ്യുന്നത്. ഇതിൻ്റെ പ്ലോട്ട് ഞാൻ ഷോർട്ടായിട്ടൊന്ന് പറയാം. അതായത് 29 വയസ്സുള്ള ഫുജിനാമോ സാത്രു എന്ന് പറഞ്ഞൊരു വ്യക്തി താൻ പോലും അറിയാതെ തൻ്റെ ചെറുപ്പത്തിൽ നടന്ന കുറച്ച് കൊലപാതകങ്ങൾ തടയാൻ വേണ്ടി 2006 നിന്നും 1988 ടൈം ട്രാവൽ ചെയ്യുന്നതാണ്. ഇതിനെ ഒരു ടൈം ട്രാവലിംഗ് ആനിമയായിട്ട് കാണരുത്. ബിക്കോസ് പുള്ളി ആ ഒരു 2006 നിന്നും എന്തോ ഒരു അൺനോൺ റീസണിലാണ് 1988 എത്തുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ സാത്രോയ്ക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും ലോങ് ആയിട്ട് ബാക്കിലേക്ക് പോകുന്നത് ആദ്യമായിട്ടായിരുന്നു. ആരും മിസ് ചെയ്തത് ഈ ഒരു ആനിമെ സീരീസ്. വളരെ മികച്ച ഒരു ത്രില്ലർ മിസ്റ്ററി സീരീസാണിത്. ലിസ്റ്റിലെ മൂന്നാമത്തെ സീരീസാണ് ടൊമോദാച്ചി ഗെയിം. ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന് ഫ്രണ്ട്സ് ഗെയിം എന്നും അറിയപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഒഫീഷ്യൽ നെയിം ടൊമോദാച്ചി ഗെയിം എന്നാണ്. ഹൈസ്കൂളിൽ പഠിക്കുന്ന 5 ബെസ്റ്റ് ഫ്രണ്ട്സ്, അവരെ കുറച്ച് ആളുകൾ തട്ടിക്കൊണ്ടുവന്ന് ഈ ഒരു ടൊമോദാച്ചി ഗെയിമിൽ കൊണ്ടുപോയി ഇടുകയാണ്. ഈ ഒരു ടൊമോദാച്ചി ഗെയിം ജയിച്ചാൽ ഇവർക്ക് വളരെ വലിയൊരു എമൗണ്ട് ഓഫ് ക്യാഷ് ആയിട്ട് ലഭിക്കും. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോ ഗെയിമും ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരിക്കും വരിക. സോ അങ്ങനെ ഈ 5 ഫ്രണ്ട്സ് ഉണ്ട്. അതിനിടയിലെ ഒരാളാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ കറ്റാഗിരി യൂയിച്ചി. പുള്ളിനെ കണ്ട ഒരു പാവമായിട്ട് തോന്നുമെങ്കിൽ പോലും അങ്ങനെയല്ല. കറ്റാഗിരി യൂയിച്ചിയുടെ പ്ലാനും മറ്റും എല്ലാം ഈ ഒരു സീരീസിലൂടെ കാണിക്കുന്നുണ്ട്. ഭയങ്കര അടിപൊളി ഒരു സീരീസാണ്. സത്യം പറയാൻ എനിക്ക് എറൈസ്റ്റിനേക്കാൾ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. പിന്നെ എന്തുകൊണ്ടാണ് എറൈസ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 12 എപ്പിസോഡിലെ ആനിമേ എന്ന് ചോദിച്ചാൽ, എറൈസ്റ്റ് 12 എപ്പിസോഡിൽ തീരുവാണ്. ടൊമോദാച്ചി ഗെയിമിന് ഇനിയും സീസൺസ് വരാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ടൊമോദാച്ചി ഗെയിമിന് 12 എപ്പിസോഡ് മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത്. വളരെ നല്ലൊരു മെയിൻ ക്യാരക്ടറാണ് കറ്റാഗിരി യൂയിച്ചി എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ ഈ 12 എപ്പിസോഡ് തന്നെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഈ ഒരു ക്യാരക്ടറിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ലിസ്റ്റിലെ അവസാനത്തെ ആനിമയാണ് ഹെൽസ് പാരഡൈസ്. ഇത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ആനിമയാണ്. ഒരുപാട് പേര് ഇറങ്ങിയ സമയത്ത് കണ്ടിട്ടുണ്ടാവും. എന്തെന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരുപാട് ക്രിമിനൽസിനെ ഹെവൻ പോലത്തെ അല്ലെങ്കിൽ ഒരു പാരഡൈസ് പോലത്തെ ഒരു ഐലൻഡിലേക്ക് ഇമ്മോർട്ടാലിറ്റി നൽകുന്ന ഒരു എലിക്സർ തപ്പാനായി വിടുകയാണ്. എന്നാൽ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇത് ഹെവൻ അല്ല, പകരം ഹെല്ലാണെന്ന്. കാരണം അവിടെ ഒരുപാടധികം ട്രാപ്സ് ഉണ്ട്. മാത്രമല്ല അവിടെ പോയവരാരും പിന്നീട് തിരിച്ചു വന്നിട്ടുമില്ല. അങ്ങനെ ആ ക്രിമിനൽസിൻ്റെ കൂടെ പോയ ഒരു ക്രിമിനലാണ് നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഗാബിമാറു. പിന്നീട് ആ ഒരു ഐലൻഡിൽ നടക്കുന്ന അഡ്വഞ്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സീരീസിലൂടെ പ്രധാനമായും കാണിക്കുന്നത്. 13 എപ്പിസോഡ് മാത്രമാണ് ഈ ഒരു സീരീസിൽ നിലവിൽ ഇറങ്ങിയിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ സീസൺ 2 ഒക്കെ ഇറങ്ങാനുണ്ട്. ചെറുതായിട്ട് നറൂട്ടോ, ഡീമൺ സ്ലെയറിൻ്റെ ഒക്കെ ഒരു മിക്സായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതൊരിക്കലും ഒരു മോശം കാര്യമല്ല. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആനിമേ സീരീസിൻ്റെ ഒരു എസൻസ് മറ്റൊരു ആനിമയിൽ കാണുന്നത് അത് നമ്മളെ കൂടുതൽ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആക്കുകയുള്ളൂ. സോ ഹെൽസ് പാരഡൈസും മസ്റ്റായി കണ്ടിരിക്കേണ്ട ഒരു ആനിമേ സീരീസാണ്. സമയം ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ ഈ ഒരു സീരീസ് കണ്ടുപോകും. അത്ര ഇൻട്രസ്റ്റിംഗ് ആണ്.